മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇന്ന് മീഡിയകൾക്ക് മുമ്പിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് MLA ആയ നിലവിലെ MLA എൻ്റെയും പേര് പരാമർശിച്ചുകൊണ്ട് UDF-നെതിരെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിന് മറുപടി പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് മങ്ങൽപ്പാടി കാലങ്ങളായി UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. മഞ്ചേശ്വരവും കുമ്പളയും UDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. ഓർക്കാടിയും UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട 10-25ഓളം ബൂത്തുകളുടെ ലിസ്റ്റ് എടുത്ത് അദ്ദേഹം മീഡിയകൾക്ക് മുമ്പിൽ പറഞ്ഞത് അവിടെ വ്യാപകമായി പ്രവാസികളായി നാട്ടിലെത്താത്ത ആളുകളുടെ ID ശേഖരിച്ച് ഞങ്ങൾ കള്ള വോട്ട് നടത്തുന്നു എന്നുള്ള ഒരു പരാമർശമാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിനും ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തുന്നത് തന്നെ പരാജയ ഭീതി മൂലമാണ്. 100% BJP തോൽക്കുമെന്ന് മനസ്സിലായതിനു ശേഷം നടത്തിയൊരു പത്രസമ്മേളനമാണ്. ഈ പറയുന്ന ബൂത്തുകളൊക്കെ ന്യൂനപക്ഷ സമുദായങ്ങൾ 80%, 85% ഒക്കെയുള്ള ഞങ്ങളുടെ ബൂത്തുകളാണ്. സങ്കടം അദ്ദേഹം പരാമർശിച്ചത് ഞങ്ങളൊക്കെ കള്ള വോട്ട് ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങളൊക്കെ വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. സത്യത്തിന് മഞ്ചേശ്വരത്തിൻ്റെ 3 തോൽവികളിലും 89 അദ്ദേഹം തോറ്റതിന് ശേഷം ബൈ ഇലക്ഷനിൽ പോലും മത്സരിക്കാതിരുന്നത് 89 തോറ്റപ്പോൾ അദ്ദേഹം ഒരു പട്ടികയുണ്ടാക്കി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ബാക്രവയിലെ അഹമ്മദ് കുഞ്ഞി മരിച്ചുപോയി 1 വർഷം മുമ്പ്. വോട്ട് ചെയ്ത മനുഷ്യന് കേരളത്തിൽ ഹൈക്കോടതിയിലേക്ക് പോയി വിറക്കുന്ന ശരീരവുമായി ജഡ്ജിയുടെ മുന്നിൽ പറയേണ്ട വന്നു, ഞാൻ തന്നെയാണ് വോട്ട് ചെയ്തത്. എത്രയോ ആളുകൾക്ക് അന്നും കോടതിയിൽ പോകേണ്ട അവസ്ഥ വന്നു. പിന്നീട് അദ്ദേഹം 2021 മത്സരിച്ച് തോൽക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഇന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിനിടയിൽ കള്ള വോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഇവിടെ കുറേ സ്ത്രീകൾ കള്ള വോട്ട് ചെയ്യുന്നുണ്ട്. ഏത് സ്ത്രീകൾ? മുഖം മറച്ച് പോകുന്ന സ്ത്രീകൾ എന്ന് വെച്ച മുസ്ലിം സ്ത്രീകളെ കുറിച്ചാണ് പരാമർശിച്ചത്. കെ സുരേന്ദ്രന് നന്നായിട്ട് കേരളീയർക്കറിയാം. BJP സംസ്ഥാന പ്രസിഡന്റായപ്പോൾ മലപ്പുറത്ത് നിന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നോമ്പ് കാലം വന്നാൽ മലപ്പുറത്ത് ഹൈന്ദവ സഹോദരങ്ങൾ പട്ടിണിയിലാണ്. വലിയ രീതിയിൽ കേരളം അപലപിച്ച വർഗീയതയുടെ ഒരു പരാമർശമായിരുന്നു. മലയാളികൾ വെറുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഹലാല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹലാല് ഭക്ഷണം എന്ത്? പറഞ്ഞതിന് ശേഷം പാലക്കാട് പത്രക്കാരോട് ചോദിക്കുമ്പോൾ വീണ്ടും അതിനെ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞു, ഹലാല് ഭക്ഷണം മുസ്ലിമീങ്ങളുടെ ഹോട്ടലുകളിൽ അവരുടെ മൗലവിമാർ, ഉസ്താദുമാർ ഭക്ഷണത്തിന് തുപ്പിക്കൊടുത്തിട്ട് കഴിപ്പിക്കുന്നതാണ് ഹലാൽ ഭക്ഷണം. ഇതൊന്നും ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഓരോ മഞ്ചേശ്വരക്കാരനും, ഓരോ കേരളീയനും, ഓരോ മതേതര വിശ്വാസിയും 100 വട്ടം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെയും പറയാൻ കഴിയുന്നു എന്ന് ആലോചിച്ച കാര്യങ്ങളായിരുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും കൊണ്ടുവന്നൊരു സാധനം, ഈ കുറേ സ്ത്രീകൾ കള്ള വോട്ട് ചെയ്യുന്നു, അത് മുഖം മറച്ച ആളുകളെന്ന് പറയുമ്പോൾ വീണ്ടും അദ്ദേഹം കൊണ്ടുവരുന്നത് ഇപ്പം കെട്ടടങ്ങിയിട്ടുള്ള ഹിജാബാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഞാനൊരു കാര്യം പറയുന്നത്, സുരേന്ദ്രന് മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ മതേതര വിശ്വാസികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കരുത്. ഇത് ശാന്തമായൊരു മണ്ണാണ്. നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് ഞങ്ങൾക്കറിയാം. ഒരു കാരണവുമില്ലാതെ റിയാസ് മൗലവിയ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം BJPയുടെ ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പത്രസമ്മേളനം വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ശ്രീകാന്ത് ആയിരുന്നില്ല അന്ന് ജില്ലാ പ്രസിഡന്റ്. BJP പറഞ്ഞത് ഈ കൊലപാതകം BJPയും RSSും ചെയ്തതല്ല, ഇത് മുസ്ലിമുകളുടെ ആഭ്യന്തര പ്രശ്നം മൂലം ചെയ്തത്. 24 മണിക്കൂറിനും കാസർഗോട്ടെ പ്രഗത്ഭരായ പോലീസുകാർ RSSകാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനുശേഷം BJPക്ക് മുണ്ടാട്ടമില്ല. ആ കേസ് വാദിച്ചത്, പണം ചെലവിട്ടത്, അവരെ രക്ഷിച്ചെടുത്തതൊക്കെ സംഘപരിവാറായി ഞാൻ ആരോപിക്കുന്നു. അതിൻ്റെ പൂർണ്ണ പിന്നിൽ കെ സുരേന്ദ്രൻ്റെ കരങ്ങളുണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്നു. ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, സുരേന്ദ്രൻ അതിനിടയിൽ പറയാ അർദ്ധസേനാ വിഭാഗം, പോലീസ്, ഇലക്ഷൻ കമ്മീഷന്. സുരേന്ദ്രൻ ഈ മഞ്ചേശ്വരക്കാരൊന്നും പേടിപ്പിക്കാൻ വരണ്ട. ഞങ്ങളെ ബൂത്തിൽ നല്ല മാന്യമായി വോട്ട് ചെയ്യുന്ന
യഥാർത്ഥ വോട്ടർമാരാണ് വോട്ട് ചെയ്യുന്നത്. യഥാർത്ഥ വോട്ടർമാർ വോട്ട് ചെയ്തിട്ട് വീണ്ടും സുരേന്ദ്രൻ തോൽപ്പിക്കും, ഒരു തർക്കവും വേണ്ട. അദ്ദേഹത്തിൻ്റെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഏക ഉദ്ദേശം നാളെ ന്യൂനപക്ഷ ബൂത്തുകളിൽ ആരും വോട്ട് ചെയ്യാൻ വരരുത്. അർദ്ധസേന ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു, ഞങ്ങളുടെ NDA കൺവീനർ പോലീസിനെ വിന്യസിക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ പറയുന്ന ബൂത്തുകളിൽ വെബ് ക്യാമറ ഉണ്ട്, ഏത് രീതിയിലുള്ള സെക്യൂരിറ്റി സംവിധാനം വേണമെങ്കിലും ഉപയോഗിക്കട്ടെ. ഞങ്ങളുടെ ഈ പറയുന്ന ബൂത്തുകളിൽ BJPക്കെതിരെ ഏത് രീതിയിൽ ലീഡുണ്ടാകുമെന്ന് 4-ാം തീയതി അറിയും. അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത് യുദ്ധത്തിൻ്റെ ഭീതി മൂലം ഗൾഫുകാരും നാട്ടിലെത്തിയിട്ടില്ല എന്ന്. ഞാൻ സത്യത്തിന് ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം ഈ ഇലക്ഷന് മാത്രം വോട്ട് ചെയ്യാൻ വന്ന മഞ്ചേശ്വരം മണ്ഡലക്കാരായ വോട്ടർമാരുടെ ഒരു സംഗമം നടത്തിയൊരു വീഡിയോ BJPക്കാർക്ക് അയച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച ഒരാളാണ്. അത്രമാത്രം ആളുകൾ ബാംഗ്ലൂർ വഴി, മുംബൈ വഴി, ഡൽഹി വഴി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് 1 ലക്ഷവും 1 ലക്ഷത്തിലധികവും പിന്നെ ടിക്കറ്റ് കൊടുത്തിട്ടാണ് മഞ്ചേശ്വരത്തേക്ക് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നൊരു ഗുണം പോസിറ്റീവ്, ഞങ്ങൾക്ക് സാധാരണ ഒരു ഏപ്രിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ വലിയ ടെൻഷൻ. ഗൾഫിൽ നിന്ന് ആളുകൾ വരുന്നതിനേക്കാളും ഈ കുട്ടികളുടെ വെക്കേഷൻ കഴിഞ്ഞ് അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് കുടുംബസമേതം കുറേ ആളുകൾ ഗൾഫിലേക്ക് പോകും. ഈ 229 ബൂത്തിൽ ഗൾഫിൽ നിന്ന് വരാൻ കഴിയാത്ത ആളുകളെക്കാളും കൂടുതൽ ഗൾഫിലേക്ക് പോകാൻ കഴിയാത്ത ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഞങ്ങൾക്ക് വോട്ട് വർധനവ് അതിലൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, SIR വന്നു, നിങ്ങളൊക്കെ മീഡിയകൾ കണ്ടതല്ലേ? ആ കയ്യാറിലെ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെതിരെ BJPയുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് നോണ്ടല്ലേ നോട്ട് ആൻ ഇന്ത്യൻ സിറ്റിസൺ എന്നറിയുന്ന പരാമർശം വെച്ചുകൊണ്ട് ആ കുടുംബത്തെയും മഞ്ചേശ്വരത്തെ ന്യൂനപക്ഷ സമുദായത്തെ മൊത്തം ഇന്ത്യക്കാരല്ല എന്ന് അപമാനിക്കുന്ന രീതിയിലല്ലേ കൊടുത്തത്? അതിനുശേഷവും നിങ്ങൾ കർണാടകയുടെ പലരുടെയും ലിസ്റ്റ് വെച്ച് നിങ്ങൾ ക്വാർട്ടേഴ്സിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിങ്ങൾ അപേക്ഷ കൊടുത്തു. ആയിരക്കണക്കിന് അപേക്ഷ കാസർഗോഡ് RO തള്ളി. 15-ന് ശേഷം ഒരാളും വരാത്തത് കൊണ്ട് അങ്ങനെ കുറേ ആൾ കയറാത്തൊരവസ്ഥ വന്നു.